1999 തിരുവോണനാളിലായിരുന്നു കേരളത്തെ ഞെട്ടിച്ച ആ RSS അതിക്രമം. കണ്ണൂരിലെ പ്രമുഖ CPIM നേതാവ് പി ജയരാജന്റെ വീട്ടിൽ ഇരച്ചുകയറിയ അക്രമി സംഘം അദ്ദേഹത്തെ നിഷ്ഠൂരമായി ആക്രമിക്കുകയായിരുന്നു. ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമായിരുന്നു ആക്രമണം. ശരീരമാസകലം തലങ്ങും വിലങ്ങും വെട്ടേറ്റ ജയരാജനെ മരിച്ചെന്ന് കരുതി അവർ ഉപേക്ഷിച്ചു മടങ്ങി. ഓടിക്കൂടിയ സമീപവാസികളായിരുന്നു ചിന്ന ഭിന്നമായ ആ ശരീരം വാരിയെടുത്ത് ആശുപത്രിയിലെത്തിച്ചത്. ആദ്യം തലശ്ശേരി ആശുപത്രിയിലും തുടർന്ന് കൊച്ചിയിലെ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലും മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ജയരാജൻ എന്ന നേതാവ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. ദിവസങ്ങൾക്കകം പ്രതികൾ അറസ്റ്റിലായി. 6 പ്രതികളെ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 10 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. RSS ജില്ലാ കാര്യവാഹകർ ഉൾപ്പെടെയുള്ളവരെയാണ് വിചാരണ കോടതി അന്ന് ശിക്ഷിച്ചത്. ഈ കിരാത സംഭവം ഇപ്പോൾ ചർച്ചയാകാൻ ഒരു കാരണമുണ്ട്. വിചാരണ കോടതി ശിക്ഷിച്ച പ്രതികളെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു. പ്രതികൾ സമർപ്പിച്ച അപ്പീലിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ. 6-ൽ 5 പ്രതികളെയും വെറുതെ വിട്ടത് ജസ്റ്റിസ് സോമരാജൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച്. സംഘടിതമായി നടന്ന ആ ആക്രമണത്തിലെ 2ാം പ്രതിക്കെതിരെ ചില കുറ്റങ്ങൾ മാത്രം ഹൈക്കോടതി നിലനിർത്തി. മറ്റ് ചില വകുപ്പുകൾ ഒഴിവാക്കുകയും ചെയ്തു. പ്രതികൾക്കെതിരെ വേണ്ടത്ര തെളിവുകളില്ലെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. കേസിലെ മുഖ്യ സാക്ഷികളായ പി ജയരാജന്റെ ഭാര്യ, സഹോദരി, അയൽവാസികൾ എന്നിവരുടെ മൊഴികൾ വിശ്വാസയോഗ്യമല്ലെന്നാണ് ജസ്റ്റിസ് പി സോമരാജന്റെ കണ്ടെത്തൽ. രാഷ്ട്രീയ അക്രമങ്ങൾക്കെതിരെ നീതിപീഠങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന കാലത്തെ ഈ വിധി വേറിട്ടതായി. സാലി മുഹമ്മദ്, കൊച്ചി.